ഇതാര് ജോലി വല്ലതും തടഞ്ഞു ആശാന്? വേറെ പലതും തടഞ്ഞു. ഭാഗ്യത്തിനെ ഓടി രക്ഷപ്പെട്ടു. ആ പ്രൊഫസറെ കൂടെ നടന്നിരുന്നല്ലോ. അയ്യോ, അയാളെ ഞാൻ വിട്ടു. ശരി വാശൻ, വാശാൻ അടിയൊന്നും കിട്ടിയ മോളെ ചായ തണുത്തു, ഒന്ന് കഴിക്കേ. അമ്മായി വരൂ, ഇരിക്കൂ. ഇതെന്റെ സ്നേഹിതൻ മിസ്റ്റർ ശ്രീകുമാർ. ഇതെന്റെ അമ്മാവന്റെ മോളാണ് റാണി. റാണി എന്ന് പറഞ്ഞില്ല, നിന്റെ കമ്പനിയിൽ ഒരു ഡ്രൈവർ ജോലി ഒഴിവുണ്ടെന്ന്. കുമാർ ഒരു നല്ല ഡ്രൈവറാണ്. 2-3 വർഷത്തെ പരിചയമുണ്ട്. പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുമുണ്ട്. ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാ ഞാനങ്ങ് പോയേക്കാം. ഇരിക്കൂ, ചായ കുടിച്ചിട്ട് പോകാം. നീ വിചാരിച്ചാൽ ആ ജോലി കുമാറിന് കിട്ടും. ഞാൻ മാനേജരോട് പറഞ്ഞു നോക്കാം. കമ്പനിയിലേക്ക് വരൂ. അമ്മേ, അമ്മേ. എന്താ മോളെ? എന്റെ പ്രേം വന്നോ? ഇപ്പൊ വരും. മോള് വന്ന് ചായ കുടിക്കേ. പ്രേം വന്നിട്ട് മതി. ഹായ് പ്രേം, എന്താ ലേറ്റ് ആയത്? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഒരിക്കലും എന്നെ പിരിയില്ലെന്ന് പറഞ്ഞല്ലേ, പിന്നെന്താ എന്നെ വിട്ടു പോയത്? അത് ഞാൻ പോയില്ലല്ലോ. കള്ളം. ഇത്ര കാലം എവിടെയായിരുന്നു? എത്ര ഞാൻ കണ്ണീരൊഴുക്കി. എന്നോട് വെറുപ്പുണ്ടോ? ഒരിക്കലുമില്ല. നീ എന്റെ ജീവനാണെന്ന് എത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരിക്കൽ കൂടി പറയൂ. നീ എന്റെ ജീവനാണ്. സ്വപ്നെ, സത്യത്തിൽ നീ എന്റെ ജീവനാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കാർ നന്നായി സൂക്ഷിക്കാൻ പറയണം. ശരി സർ. ഇതാ താക്കോൽ കൊടുത്തേക്കും. അഡ്വാൻസ് ഒന്നും വേണമെങ്കിൽ വാങ്ങിച്ചോളാൻ പറയും. ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സർ. ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. ശരി. ഞാനും. സുഖന് കാർപ്പൻ അറിയാമോ? ചതുരംഗം കളിയിൽ ഇന്ത്യയിൽ ഈ ശങ്കരാടി ശങ്കുണ്ണി മേനൻ ആരാണോ അതേ സ്ഥാനമാണ് സോവിയറ്റ് റഷ്യയിൽ കാർപ്പൻ. ഓ, പാർട്ടി പൗട്ട. എന്നാല് മേനോൻ സാറ് ഇപ്പൊ ഔട്ടാ. അതെന്റെ മന്ത്രിയുടെ കാല. രക്ഷയില്ല. ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ കേട്ടില്ലല്ലോ. ഇതേ ബുദ്ധിജീവികൾക്കുള്ളതാ. ദുർഗമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതുവരെ ഒരു കളിയെങ്കിലും നിങ്ങൾ ജയിച്ചിരിക്കാ. പിന്നെ എന്റെ ഡാഡി ആയിരുന്നില്ലേ കഴിഞ്ഞ വർഷത്തെ ചെസ് ചാമ്പ്യൻ? എടി എടി വാരാതടി. എന്നപ്പോ എങ്ങോട്ടാ? ക്ലബിലേക്ക് വരൂ, നേരെ വൈ. നാളെ വരണം കേട്ടോ. ഞാൻ വരണം. ആ, நீங்க என்ன நினைச்சிட்டு ഞാനൊന്നും നനച്ചിട്ടില്ല. அவள அந்த ஆளு கூட வெளிய போய் பார்க்கலையா? പാത്താച്ച് അതിനെന്താ, അവള് പോയ മാതിരി തന്നെ തിരിച്ചു വരും. உங்களுக்கு பைத்தியம் தான் பிடிச்சிருக்கு. அவள வரட்டு, இனிமே வெளிய விட மாட்டேன். വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഇരിക്കൂ. അമ്മായി. നമസ്കാരം. എന്താ മോളെ? നല്ലൊരു കാപ്പി ഉണ്ടാക്കി. ശരി.
ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. അത് ഒന്നുമില്ല. എന്ന് ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനല്ലേ വന്നത്? അതെ. തുടങ്ങി കാലത്ത് തന്നെ. എന്താ വിളിച്ചത് കേട്ടില്ലേ? കേട്ടത് കൊണ്ടാണ് വന്നത്. പ്രേം വന്നോ? ഏത് പ്രേമിനാ കുഞ്ഞ് അന്വേഷിക്കുന്നത്? എന്റെ പ്രേമിന്. അത് എന്നോ ചത്തുപോയി. എന്നോട് കയർക്കണ്ട. ഇന്നാ മരുന്ന് കഴിക്കും. സ്വപ്നയ്ക്കിപ്പോ വളരെ ആശ്വാസമുണ്ട്. മോനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി പറയാൻ മാത്രമേ ഇതിൽ എന്തിരിക്കുന്നു. എന്താ മോളെ? അവള് പറയുന്നു എന്റെ പ്രേം മരിച്ചുപോയെന്ന്. അവള് നിന്നെ കളിയാക്കാൻ പറഞ്ഞതാ. എന്റെ പ്രേമല്ലേ ഈ ഇരിക്കുന്നത്. ആ, അമ്മ ഷോപ്പിങ്ങിന് പോന്നു. രണ്ടുപേരും വരുന്നു. നമുക്ക് അമ്മയുടെ കൂടെ പോവാം. നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞില്ലേ? എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? മതിരാവാ. ആ ഭ്രാന്തി പെണ്ണിന് വല്ല മാറ്റമുണ്ട്? അവൾ ആ പ്രേമേന്ദ്രനായിട്ട് അടുപ്പാണ് നീ. അപ്പൊ തകരാറിലാകുമല്ലോ. സ്വപ്നയുടെയും ശർമ്മയുടെയും പേരിലാണ് കമ്പനി. അവരെ നമുക്ക് സ്വന്തമാക്കാതിരുന്നാൽ ഒന്നും നടക്കില്ല. ആട്ടെ, തന്റെ കാര്യം എന്തായി? അവിടെയും ഉണ്ട് അല്പം കുഴപ്പം. അവളൊരു സുകുമാരന്റെ പിന്നാലെയാണ്. അപ്പൊ നമ്മൾ കുറെ കൂടി സ്പീഡപ്പ് ആവണം. അവന്മാർ രണ്ടുപേരെയും ആദ്യം തൂക്കണം. എന്താ? ഓക്കെ, ഞാൻ റെഡി. അത് ഉടനെ വേണം. എന്നിട്ട് പറഞ്ഞില്ലല്ലോ. എന്ത് പറയാന്? ഒന്നുമില്ല. ആ, ചിലതെല്ലാം പറയണമെന്നുണ്ട്. എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. തുടങ്ങിയതല്ലേ. നമ്മൾ കണ്ടുമുട്ടരുതായിരുന്നു. കണ്ടുമുട്ടിയെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് വേദനയും. എന്തുകൊണ്ട്? ഞാൻ കൂടുതൽ ചിന്തിച്ചതുകൊണ്ട്. സുഖോ? ശർമ്മിളി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പക്ഷേ ജീവിക്കാൻ വേണ്ടി ഒരു ജോലി തേടി അലയുന്നവനാണ് ഞാൻ. നമ്മൾ പിരിയുന്നതാണ് നല്ലത്. പക്ഷേ സുഖോ, എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. ഞാനൊന്ന് പറയട്ടെ. എനിക്കൊരു ജീവിതം തരൂ. നിങ്ങളോടൊപ്പം